ആ മോള് നേരത്തെ ഏറ്റൂല്ലേ? ആ ചായ മേശപ്പുറത്തുണ്ട് അച്ഛാ. ആ ആ സഞ്ചി എടുക്കാൻ മറന്നൂലേ? പത്രക്കാരന്റെ പൈസ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അത് കൊടുത്തോളൂട്ടാ. ശരി കേട്ടാ. ശരി അച്ഛാ. ഒന്നുമില്ല, അമ്മയ്ക്ക് വയ്യ. പിന്നിന്ന് പരീക്ഷയുണ്ട്. പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം പഠിക്കാതിരിക്കാൻ. നല്ല കാര്യം മോളെ. ഞാനെന്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ളൂ ഇതുപോലെ നേരത്തെ എനിക്ക് പണിയെടുക്കുന്ന കുട്ടികളെ. മോളെ കെട്ടുന്നോന്റെ ഭാഗ്യാണ്. എത്ര പേരെ നിന്നെ നോക്കാൻ? നമ്മളിന്ന് നോക്കാൻ ഒരാള് പോലും ഇല്ല. അമ്മോ, അമ്മ എന്നെ തന്നെ കല്യാണം കഴിക്കണോട്ടാ. അമ്മനറിയാല ഈ ഭാഗത്ത് വെച്ചിട്ട് ഏറ്റവും ദുശീലാത്ത ചെക്കൻ ഞാൻ മാത്രമല്ലോ. അമ്മൂസേ, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. നിനക്ക് എപ്പോ വേണമെങ്കിൽ കയറി വരാലോ. സാന്ദ്രമോളെ ഒന്ന് പറയടേ. അമ്മോ, അമ്മൂനറിയാലോ ഞാൻ അവിടെ ഏറ്റവും വലിയ പ്രമാണി. എന്നെ തന്നെ കല്യാണം കഴിക്കില്ലേ? ഒന്ന് മാറോ ചേട്ടാ. ശല്യത് സുസ്മി, പണമോ പ്രതാപമോ എൻ്റെ കയ്യിലില്ല. ആകെയുള്ളത് ഈ സൗന്ദര്യം മാത്രം. സൗന്ദര്യം ആസ്വദിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ കല്യാണം മീ. പാണ്ടം വെച്ച് കിടക്കണ കണ്ടില്ലേ? നിന്നോടാ പറഞ്ഞ നീക്കാൻ. ഇന്നലെ മുതൽ ഞാൻ നിന്നോട് പറയണതാ, എനിക്ക് തീരെ വയ്യാന്ന്. ഡി എണീക്കടി. വെള്ളം കോരി ഒഴിക്കുന്ന ഞാൻ പറഞ്ഞത്. ഇതാരോട് പറയാനാ? എന്റെ വയറ്റിൽ തന്നെയാണോ നീ പറഞ്ഞത്? മൂട്ടിയ വെയിലടിച്ച് എണീക്കണമെന്നൊരു ബോധമില്ല. ഈ കുതിര കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റണ്ടായി, സമാധാനം കളയാനായിട്ട്. നേരത്ത് മതിലിന്റെ എവിടെ ഉണ്ട് കേറിയിരിക്കുന്നു? തന്റെ തലയിലൊന്നല്ലോ, താൻ തന്നെ പണി നോക്കി പോടോ. അല്ലെങ്കിൽ നീ ഒന്നും നേരെ ആവില്ലടി. ഇവിടെ മുട്ട തലയാ. ആ എന്താ നേരം വൈകിയാ? ആ ഇന്ന് ഇത്തിരി നേരം വൈകി. ഡേ ആ പൈസ എടുത്തോടനേ പത്രത്തിന്റെ. പിന്നെ എനിക്കതല്ലേ പണി. നല്ല ബെസ്റ്റ് മോള്. എല്ലായിടത്തേക്കും എൻ്റെ കൈ തന്നെ എത്തണം എന്ന് വെച്ചാ. തനിക്ക് ഞാൻ തരാട്ടോ. എൻ്റെ അച്ഛനൊന്നും ഞാൻ വേണ്ട. രാവിലെ ഇത്തിരി നേരത്തെ വരണം കേട്ടോ, മഴയൊക്കെ അല്ലേ. ശരിട്ടാ. അമ്മേ ഞാൻ പോവാട്ടാ. കുളിച്ചിട്ട് പോടി. ഓ പിന്നെ എല്ലാരും കോളേജിലേക്ക് കുളിച്ചിട്ടല്ലേ പോണു. ഒന്ന് പോവാ. ഒരു കാര്യം പറഞ്ഞാ കേക്കില്ല. നീ ലെഫ്റ്റിലേക്ക് നോക്കി കളിക്കടാ. ഇതിങ്ങനെ തന്നെ കളിക്കുക, എനിക്കറിയാം. അതൊരു വരട്ടാ. അങ്ങോട്ട് നോക്കണത് നോക്കിയപ്പോ തന്നെ ഇഷ്ടം പറയും. അവൾക്ക് നാട്ടിലുള്ള എല്ലാം പിള്ളേർ ഇഷ്ടം. അവരിപ്പന്നെ തിരിഞ്ഞു. ഓ പിന്നെ നീ വലിയ ഭൂലോക സുന്ദരി. എന്ത് തള്ളാടിത്. കുശുമ്പോ കുശുമ്പ് ഞാൻ കാണിച്ചുതരാം. വാ.
ചേട്ടാ? ആ തന്നെ തന്നെ. ഇങ്ങ് വാ വാ, ഇങ്ങ് വാ, പറയട്ടെ. അതെ, തനിക്ക് എന്നെ കെട്ടാൻ പറ്റുമോ? ഞാൻ ഓക്കെയാ. അയ്യേ ഒന്ന് പോടി അവിടെ നിന്ന്. ഇതും നടപടിയായില്ല. ഇനി വേറെ വഴി നോക്കണം. ഞാൻ പറഞ്ഞ നിന്നോട് നോക്കണ്ടെന്ന്. UI കല്യാണമീ ഏത് യാടലോടകം ശോ, വേണ്ടായിരുന്നു. പെമ്പിള്ളരായാലേ ആകാശത്തല്ല തമ്പുരാന്റെ ഭൂമിയെ നിക്കണം. കുടുംബത്തിൽ പിറന്ന പെൺപിള്ളേരെ നിന്റെ പോലെ വേഷം കെട്ടി നടക്കും. ഇവളെയൊക്കെ ആര് സ്നേഹിക്കാനോ? ഇവളെയൊക്കെ കല്യാണം കഴിക്കാനോ? ജീവിതം പോയി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വുമൻസ് ഡേ. എനിക്കിന്ന് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അച്ചടക്കം. നമ്മൾ പെൺകുട്ടികൾ ചെറുപ്പം മുതൽ കേട്ടുവരുന്ന ഒരു കാര്യമാണ് അച്ചടക്കം. കാലത്ത് നേരത്തെ എണീക്കണം, അടക്കം ഒതുക്കവും വേണം, കട്ടിളപ്പടിയിൽ ഇരിക്കാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയോ. നമ്മളെന്ത് ഡ്രസ്സ് ഇടണം എന്ന് വരെ തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ സ്വന്തം വീട്ടിലല്ലാതെ വേറെ എവിടെയും നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുക? നാട്ടുകാരുടെ ഇഷ്ടത്തിനാണോ നമ്മൾ പെൺകുട്ടികളെ ജീവിക്കേണ്ടത്? ഇതൊക്കെയാണ് എല്ലാ വുമൻസ് ഡേയിലും ഞാൻ പറയാറ്. ശരിക്കും വുമൻസിൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? കാലത്ത് നേരത്തെ എണീറ്റ് കുളിച്ച് വൃത്തിയായി വീട്ടിലെ പണികളൊക്കെ കഴിച്ച് ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി അതവരെ അടുത്തിരുന്ന് വിളമ്പി കൊടുത്ത് അവരെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. ഇതൊന്നും ആരും വുമൻസ് ഡേയിൽ പറയാറില്ല. പക്ഷേ വുമൻസ് ഡേയിൽ ഇതാണ് ശരിക്കും ആഘോഷിക്കേണ്ടത്. ഇപ്പം ചിലർ വിചാരിക്കും കല്യാണം കഴിഞ്ഞോടുകൂടി ഞാൻ ഭർത്താവിൻ്റെ അടിമയായെന്ന്. എന്നാലേ ഇവളൊന്നും ആരും സ്നേഹിക്കില്ല, ഈ തലതെറിച്ചുള്ള കല്യാണമൊന്നും ഈ കാലത്ത് നടക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു മഹത്വത്തിനെ ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ദേ കണ്ടോ, കാട്ടാളം മുറിഞ്ഞിട്ട് പോലെ ഇരുന്ന മനുഷ്യനാ. ഇപ്പം കണ്ടോ, കുഞ്ചാക്ക ബോബൻ്റെ പോലെ. ഹായ്. എന്നെ കെട്ടിയതിൻ്റെ ഗുണ. ആ പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ മൊബൈല് നമ്മുടെ കയ്യിലില്ലാത്ത ഒരു സെക്കൻഡെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ഉണ്ട്, ഇപ്പം പറഞ്ഞുതരാം. ദാ ദേവുട്ടാ നോക്കിയേ. ആ ദാ ഇതുപോലൊരു പ്രൊഡക്റ്റ് വീട്ടിലുണ്ടായാൽ മതി. ഫോൺ എവിടെയാണെന്ന് പോലും നോക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് വുമൻസ് ഡേയിൽ പറയാനുള്ളത്. അപ്പം എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. ഹാപ്പി വുമൻസ് ഡേ. ടാറ്റാ. കഴിഞ്ഞു. ചായ ഇപ്പം വേണ്ട കേട്ടോ. ദേവുട്ടാ വാടപ്പന്ന. എങ്ങനെ കളിച്ചു നടന്നിരുന്ന പെണ്ണ, എന്നാലും നിങ്ങൾ പെമ്പിള്ളേർക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ പറ്റുന്നേ? അതേ, ദൈവം ഞങ്ങൾ പെമ്പിള്ളേർക്ക് തന്നൊരു പ്രത്യേക തരം കഴിവാ. ഏത് സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ്. ഓ അതാവും ഫേസ്ബുക്കിൽ നേരത്തെ തള്ളി മറിക്കണ്ടായിരുന്നേ. എൻ്റെ സ്വന്തം വീട്ടിലിട്ടാത്ത സ്വാതന്ത്ര്യം എൻ്റെ കാട്ടാളം മുറിഞ്ഞ് എനിക്ക് തരുന്നില്ലേ? പിന്നെ ഇപ്പം എനിക്ക് തള്ളിയാലെന്താ? കൊറേ നേരായി നീ ഇവിടെ നിന്നടാ ദേവുട്ടാ. ഞാൻ ശരിയാക്കി തരാം. കാട്ടളം പൊറിഞ്ഞു നിന്നോട്